വഴി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതെങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് അല്ലെ. അത് തന്നെ കൊടൈക്കനാലിലേക്ക്. കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ ജഗദീഷ് ഹീറോ ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു, പഴയ പടമാണ്, വെൽക്കം ടു കൊടൈക്കനാൽ. ഹോ, എന്നാ പടാ അത്. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന സിനിമ ഷൂട്ട് ചെയ്തത് കൊടൈക്കനാലിൽ വെച്ചായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ സിനിമ കണ്ടതുകൊണ്ട് കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരിക ആ സിനിമയാണ്. ഇപ്പോഴുള്ള പിള്ളേർ ഒരുപക്ഷെ ആ പടത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടാവില്ല. കേൾക്കാത്തവർ ജഗദീഷ് നായകനായിട്ടുള്ള സിനിമയാണ് വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്തായാലും കൊടൈക്കനാലിലേക്ക് ഞാൻ ഒറ്റക്കല്ലട്ടോ പോകുന്നത്, എന്റെ കൂടെ 2-3 സുഹൃത്തുക്കളുണ്ട്. അപ്പം നമുക്ക് കൊടൈക്കനാലിലെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിട്ടങ്ങ് പോവാല്ലേ. गिरदे को बाजार में गर्दन मजा जे आशिकी दरम पाए दिल दो കൊടൈക്കനാലൊക്കെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ നേരെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോയട്ടോ. ഞങ്ങൾ തമാശക്ക് വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പ്രൈവസി ഉള്ള ഒരു സ്ഥലം വേണമെന്ന്. പക്ഷെ ഇങ്ങനെയൊരു പ്രൈവസി ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരു കാട്ടിനുള്ളിലെ ഒറ്റപ്പെട്ട വീട്, ചുറ്റിലും ആരുമില്ല. കാക്കകൾ കാറി, കുയിലുകൾ കൂകി. ഭാഗ്യത്തിന് നിലമ്പൂരുള്ള കുറച്ച് നല്ല കട്ട ചങ്കുകളെ അവിടുന്ന് കിട്ടി. അവരുമായിട്ട് സെറ്റ് പരിപാടി കേട്ടോ അവിടെ. ആ വീടിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് ഒന്ന് കറങ്ങി ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നേരെ വീണ്ടും വീട്ടിലേക്ക് വന്ന് വീണ്ടും നേരെ ഒന്ന് കൊടൈക്കനാൽ ടൗണിലേക്ക് ഒന്ന് പോയി അവിടെ വീണ്ടും ഒന്ന് ആസ്വദിച്ച് നേരെ പോകണ്ടേ.